കൃഷ്ണപുരത്താണ്. ഇവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് പ്രേംകുമാറും UDF സ്ഥാനാർത്ഥിയായി PK ശശിയും NDA സ്ഥാനാർത്ഥിയായി മേജർ രവിയാണ് മത്സരിക്കുന്നത്. ഇവിടെ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആര് ജയിക്കും? ഞാൻ പറയുകയാണെങ്കിൽ മേജർ രവി ജയിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു അഴിമതിരഹിത ഭാരതത്തിൻ്റെ ആവശ്യത്തിന് അത്രയും ഒരു കൈത്തായിട്ട് മേജർ രവി തന്നെ വരണം. ചേട്ടാ, ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആര് ജയിക്കും? ഒറ്റപ്പാലം മണ്ഡലത്തില് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ലീഡറുള്ള പറഞ്ഞേക്കണത് ശശിക്ക്. പിന്നെ പാർട്ടി രാഷ്ട്രീയമല്ല മെയിന്. ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യണ ഏത് ആള് പറഞ്ഞാലും ജനങ്ങൾ സപ്പോർട്ടുണ്ട്. രാഷ്ട്രീയമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ആര് പറയുന്നു അവർക്ക് ചാൻസ് ഉണ്ട്. സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ. രാഷ്ട്രീയമായിട്ടല്ല, പൊതുവെ ഒരു മാറ്റം. ജനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നന്മകളും വരണം. അതെ, അങ്ങനെ കേൾക്കണത്. അയാൾ ഷൊർണൂർ മണ്ഡലത്തിൽ നല്ല വികസനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു ചാൻസ് ഉണ്ടെന്നാണ് കേൾക്കണത്. ശശി വരേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ചെർപ്പശ്ശേരി ഷൊർണൂർ ഭാഗങ്ങളിലൊക്കെ വികസനം നല്ല രീതിയിൽ അതിപ്പോൾ ഇങ്ങനെ നമുക്ക് അനുഭവമല്ലേ. അതുപോലൊരു പ്രവർത്തനം ടീഷർട്ടും വരണം. നന്മയാണ്, രാഷ്ട്രീയമല്ല, നന്മയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കണേ. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു അവർ വിജയിക്കും. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആര് ജയിക്കുന്നോന്നോ നല്ല പ്രവൃത്തി കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചവെച്ച ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ പുതിയ ആൾക്കാർ ആരെയും വരണമെന്നാണ് ഞങ്ങളെ കണക്കൂട്ടല്. അല്ല, അതെന്ന് വെച്ചപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും ഇവിടെ കാര്യമായിട്ട് അല്ല 5 വർഷമായിട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഇനി പുതിയ ആൾക്കാർ വന്നാൽ എന്തുണ്ടാവും എന്ന് കണ്ടറിയണം, അത്രേ ഉള്ളൂ. അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ PK ശശി അല്ല മേജർ രവി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ആര് വന്നാലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ആള് വരണമെന്ന് മാത്രം. അതെ, അത്രേ ഉള്ളൂ. അത് ഇന്ന ആള് വരണമെന്നില്ല. ആര് ജയിക്കും? എൻ്റെ പേര് പേരുണ്ടല്ലോ, പ്രേംകുമാർ. അതെ അതെ, ജയിക്കും. അല്ല, നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല ഇതാണ്. ഒന്നും പറയാൻ പറ്റില്ല. 3 ആള് നല്ല മത്സരത്തിലാണ്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതൊക്കെ ജനങ്ങളുടെ കയ്യിലല്ലേ. നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അറിയില്ല. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആര് ജയിക്കും? അറിയില്ല. പ്രേംകുമാർ ജയിക്കും. പ്രേംകുമാർ. കാരണം കൂടുതലും മാർക്കറ്റ് പാർട്ടിയാണ് ഇവിടെ കൂടുതൽ അവരെന്നുള്ളൂ. ആരൊക്കെ പറയാ, അങ്ങനെ ഒന്നും പറയാം. ആരായിരിക്കും ജയിക്കുന്നത്? സാഹചര്യത്തില് ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം. അതാ പറഞ്ഞു, മുൻതൂക്കം പറഞ്ഞ മേജർ രവിക്ക്. ചേട്ടാ, ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആര് ജയിക്കും? അതിന് സംശയമൊന്നുമില്ല. നമ്മുടെ നിലവിലുള്ള MLA തുടരും. നിലവിലുള്ള സാഹചര്യത്തിലുള്ള എല്ലാ വികസനങ്ങളും, റോഡുകളായാലും നാട്ടിലുള്ള ജനങ്ങൾക്കുള്ള എന്ത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായാലും MLA എന്നുള്ള രൂപത്തിൽ കൃത്യമായിട്ട് പ്രേമേറ്റം ചെയ്തിട്ടുണ്ട്. നല്ല വികസന മുന്നേറ്റം ഉണ്ടാക്കിയ മണ്ഡലമാണ് ഒറ്റപ്പാലം. അത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കോട്ടയാണ്. ഒരു ശക്തിക്കും തോൽപ്പിക്കാനും കഴിയില്ല. ഇനിയുള്ള ഇടതുപക്ഷ സർക്കാരിനെ തുടരും ചെയ്യും. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആര് ജയിക്കും? അഡ്വക്കേറ്റ് പ്രേംകുമാർ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും.
അദ്ദേഹം ജനപ്രിയ നേതാവാണ്. യുവജന പ്രസ്ഥാനത്തിലൂടെയൊക്കെ ഈ ജില്ല മൊത്തം അറിയപ്പെടുന്ന നേതാവാണ്. ഏറ്റവും സൗമ്യനായിട്ടുള്ളൊരു നിയമസഭാ നേതാവാണ്. ഒരു ജനാഭിപ്രായം ഉള്ളൊരു നേതാവാണ്. ഒരു അധികാരത്തിൻ്റെ ഒരു ദുർമേധസ്സോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഒരു ധിക്കാരമോ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഈ BTP കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി നേതാവായിരിക്കും തന്നെ ഈ പ്രദേശത്തെ എല്ലാം അറിയപ്പെടുന്ന നേതാവാണ്. യുവജനങ്ങളുടെയും അതുപോലെ സാധാരണക്കാരുടെയും ഈ ശ്രീകൃഷ്ണപുരത്തെ പോലെ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തെ പോലുള്ള കർഷക സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ കർഷക തൊഴിലാളികളുടെ ഇടയിൽ അറിയപ്പെടുന്ന ജനകീയ നേതാവാണ്. അദ്ദേഹത്തെ മറികടക്കാൻ ഇപ്പോൾ നിലവിൽ ഒറ്റപ്പാലം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥികൾക്കും കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. PK ജയിക്കണം. കാരണം എന്താണ്? ആള് ക്യാമനാണ് എല്ലാം കൊണ്ടും. സിറ്റിംഗ് MLAക്ക് ഒരു സാധ്യത കാണുന്നുണ്ടോ? സാധ്യത കാണാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ജനസാധ്യതയുണ്ട്. ഓ, അങ്ങനെ പറയുകയാണെങ്കിൽ LDF-നാണെന്ന് തോന്നുന്നു. അങ്ങനെ പൊതുവിൽ കണ്ടുവരുമ്പോഴേ അങ്ങനെയുള്ള ഒരു ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആര് പൊതുവെ എല്ലാവർക്കും വിജയ സാധ്യതയുണ്ട്. LDF-ന്റെ സീറ്റല്ലേ, അവരെന്നെ ജയിക്കുന്നതാണ് തോന്നുന്നത്. പറയാൻ പറ്റില്ല, ഒക്കെ ജനങ്ങളെ കയ്യിലാണ്. ജനവിധിയല്ലേ, ജനങ്ങളുടെ തീരുമാനങ്ങൾ അതേമാതിരി വരും. അത്ര പറയാൻ പറ്റുള്ളൂ. കാരണം മൂന്ന് കൂട്ടരും നല്ല വിജയ സാധ്യതയുള്ള ടീമുകളാണ്. ജനങ്ങളുടെ കയ്യിലാണ് ഇതൊക്കെ. ഒറ്റപ്പാലത്ത് ആര് ജയിക്കും? പ്രേംകുമാർ. കാരണം അത്യാവശ്യം വികസനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സിറ്റിംഗ് MLA ആണ്, കുഴപ്പമില്ല, ഒരു ജനസമ്മതനാണ്. എന്നാലും ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? PK ശശി ജയിക്കും. കാരണം എന്താണ്? നല്ല ഇതായിട്ട് പ്രവർത്തനം ചെയ്യുന്ന ആളാണ് എല്ലാം കൊണ്ടും. പറയുന്നു MLA ആയിട്ടുള്ള പ്രേംകുമാർ തന്നെ ജയിക്കോ അതോ PK ശശിയോ അല്ലെങ്കിൽ കാരണം എന്താണ്? പണ്ട് പരിചയമാണ്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ PK ശശി ജയിക്കാനാണ് സാധ്യത. കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ആകെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം. പിന്നെ ഒറ്റപ്പാലത്ത് PK ശശിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ഒരു പ്രഗത്ഭ വ്യക്തി, ഏറെക്കാലം പൊതുരംഗത്ത് പരിചയമുള്ള, കഴിഞ്ഞ 5 വർഷക്കാലം ഷൊർണൂർ നടത്തിയ വികസനം, പിന്നെ അതുപോലെ തന്നെ ഒറ്റപ്പാലം ഏറെ പിന്നോട്ടടിച്ച കാലങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉള്ളത്. കാര്യമായ വികസന പ്രവർത്തനങ്ങളും ഒന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. PK ശശി ജയിക്കാൻ തന്നെയാണ് സാധ്യത. മേജർ രവി. കാരണം എന്താണ്? കാരണം എന്താ, മാറ്റം വേണം. അതന്നെ, ദാരിദ്ര്യമാണ് കേരളത്തിൽ മൊത്തം, അഴിമതി ആണ്. ഓട്ടോറിക്ഷക്കാർ, അതുപോലെ മറ്റുള്ള വ്യവസായികൾ ഒക്കെ വളരെ എന്താ പറയുക, വളരെ ദാരിദ്ര്യത്തിലാണ് പറയുക. ആ ദാരിദ്ര്യം മാറാൻ മാറ്റം വേണം. ഇടത് അതുപോലെ വലത് മുന്നണികൾ പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് മാറണം. അത് പുതിയ പാർട്ടി എന്തായാലും വരണം. പാലമണ്ഡലത്തിൽ പ്രേമകുമാർ ജയിക്കും. കാരണം എന്താണ്? ഇടതുപക്ഷത്തിന് സീറ്റാണ് ഫുള്ളായിട്ട്. അഭിപ്രായത്തിലുള്ള പ്രേംകുമാർ. കാരണം എന്താണ്? കാരണം ഇവിടെ അതിനാണ് സാധ്യത. ഇവിടെ ജനങ്ങളുടെ സാധ്യത അതാണ്, അതിലേക്കാണ്. അഭിപ്രായം അവരുടെ മനസ്സിലാണ്, അവരുടെ പിന്നാലെയാണ്. പ്രേംകുമാർ. കാരണം എന്താണ്? കാരണം അങ്ങനെയാണ്, ഇടതുപക്ഷത്തിൻ്റെ വിജയ സാധ്യതയുള്ള മണ്ഡലമാണല്ലോ, അതുകൊണ്ട് പ്രേംകുമാറിനാണ് ചാൻസ്. 99% ചാൻസ് ഉണ്ടാവില്ല, ഉണ്ടാവാനും മതി, ഉണ്ടാവാണ്ടിരിക്കാനും മതി. വിജയ സാധ്യത കൂടുതൽ? പ്രേംകുമാർ. കാരണം എന്താണ്? കാരണം ആളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും, പിന്നെ ആളുടെ ഓരോ പ്രവർത്തനങ്ങൾ തന്നെ. നമ്മുടെ ഇടതുപക്ഷം തന്നെയാണ് അധികം ഒറ്റപ്പാലം ജയിക്കാറുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ മേലെ ഇടതുപക്ഷം തന്നെയല്ലോ ഒറ്റപ്പാലത്ത്. മാറ്റം ഉണ്ടാവാൻ സാധ്യത കുറവാണ് തോന്നുന്നു. പ്രേംകുമാറിനെ ജയിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ്, സർക്കാരിൻ്റെ നല്ല പ്രവർത്തനം തുടർച്ചയായിട്ടുണ്ടാവും. മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. സിറ്റിംഗ് MLA തുടരും. എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഞാൻ പറയുന്നത്, ആര് ജയിക്കുന്ന തോന്നുന്നു? അത് ഒറ്റപ്പാലം മണ്ഡലം കുറേ കാലമായിട്ട് CPM-ന്റെ കയ്യിലാണ്. അപ്പോൾ CPM ആയിരുന്നല്ലോ ചാൻസ്. പ്രാവശ്യം കാണാൻ നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ.
ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ? എന്നോടാ ആർക്കാ ചോദിച്ചാലും ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു ശശി ജയിക്കുമെന്ന് ചിലർ പറയണു, മറ്റൊരു ജയിക്കുമെന്ന് പറയണു. വിജയസാധ്യത പറയാൻ ചോദിച്ചപ്പോ എല്ലാവരും വോട്ട് ചെയ്ത് അവർക്കുള്ള വോട്ടല്ലേ അത്. വികസനം ഉണ്ട്. ഓ ഉണ്ടേ. അതെ അതെ. അത് പ്രേമേട്ടന് ഒരു വ്യത്യാസമില്ല. ഈ മണ്ഡലത്തിൽ പ്രേമേട്ടൻ്റെ വികസനം, അതേപോലെ LDF ഗവൺമെന്റിന്റെ വികസനം, അതിന്റെ ഭാഗമായിട്ട് പ്രേമേട്ടൻ തന്നെ ഈ മണ്ഡലത്തിൽ ഉയരുള്ളൂ. അത് കഴിഞ്ഞ പ്രാവശ്യം എത്രയാണോ ലീഡ് വെച്ചാൽ അതിനെക്കാട്ടിലും ഉയർന്ന ലീഡിൽ പ്രേമേട്ടൻ ജയിക്കും. അഡ്വക്കേറ്റ് പ്രേംകുമാർ ചാൻസ് ഉണ്ട്. അതൊക്കെ അത്ര പോപ്പുലാരിറ്റി ഉണ്ടല്ലോ. നോക്കാം. ഞാനിവിടെ ഉള്ളതല്ല, ഞാൻ ബോംബെയില. അത്ര പറ്റില്ല. ഉണ്ട്. PK ശശിക്ക് ലോക്കലായിട്ട് ഇവിടെ അല്ലേ പോപ്പുലാരിറ്റി. നോക്കാം. ഞാൻ രാഷ്ട്രീയ ഇല്ല കിട്ടി. എന്നാലും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. പ്രേംകുമാറാവും. കാരണം എന്താണ്? കാരണം ഇവിടെ ഇപ്പൊ ഭൂരിപക്ഷം ഇങ്ങനെ പറയണ കേട്ടിട്ടില്ല. ഞാൻ ഇവിടെ ജോലിക്ക് വന്നത്. ജയിക്കും. ആർക്കാണ് വിജയസാധ്യത കൂടുതൽ? നമ്മുടെ പ്രേമേട്ടൻ തന്നെ. കാരണം എന്താണ്? കാരണം വികസനം ഉണ്ടോ? വികസനം MLA ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് തന്നെയാണ് ഇനി ഒരു ചാൻസ് എന്നാണ് പറയുന്നത്. ആര് ജയിക്കും ചേച്ചിയാ? അവരെന്നെ പ്രേംകുമാറായിട്ട് തന്നെ. കാരണം വികസനം നല്ല അങ്ങനെ കുഴപ്പമില്ല. പ്രേംകുമാർ എന്താ സംശയം? വികസന നായകനാണ്. കഴിഞ്ഞ 5 വർഷക്കാരായിട്ട് ഇനി ഏത് മേഖലയെ നോക്കിയാലും വികസനത്തിന്റെ പാതയിലൂടെ മുന്നേറിയ ജനപ്രതിനിധിയാണ്. പാവങ്ങളുടെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ആളാണ്. സോ അയാൾ തന്നെ ചിന്തിക്കുള്ളൂ. അയാൾ തന്നെ നായകൻ. പക്ഷെ അയാളുടെ എന്തിനാണ് ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പിരിച്ചു വിട്ടത് അയാളെന്ന് അറിയാലോ. നടക്കില്ല ഒരിക്കലും. പ്രേമേട്ടൻ ജയിക്കും. PK ശശി ഒരുപാട് പ്രവർത്തനം കാഴ്ചവെച്ച നല്ലൊരു ആളാണ്. CPM പോന്നതല്ലേ. എന്തായാലും അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ മാറ്റുണ്ടാവും. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ? എന്റെ അഭിപ്രായത്തില് മേജർ രവി വരുമെന്നാണ്. കാരണം മൂപ്പര് നല്ലൊരു മനുഷ്യനാണ്. ആ ഒരു ഇതാണ് നമ്മുടെ. സാധ്യത പറയുമ്പോ നമ്മളെ അഭിപ്രായത്തില് മേജർ രവി വരണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ? വിജയ 3 സ്ട്രോങ് ആണ്. ആരെ ജയിക്കാൻ പറയാൻ പറ്റില്ല. വോട്ട് കിട്ടിയാൽ ജയിക്കും. അത് PK ശശി. കാരണം പറയാൻ പറ്റില്ല. എങ്ങനെ പറയാ? കാരണം നമ്മൾ പറയാൻ പറ്റില്ല. നല്ലൊരു വ്യക്തിയാണ്, നേതാവാണ്. മാറ്റം വരണമെന്നുള്ളതാണല്ലോ എന്റെ ഉദ്ദേശം. മാറ്റം വരാൻ പറ്റിയിട്ടാണല്ലോ പറ്റിയത്. പഴയ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമുണ്ട്. ഒരാളെ ഒന്നും മാറ്റം വരും. ഇപ്പൊ ഈ 5 കൊല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേംകുമാർ എന്താ ചെയ്തിട്ടുള്ളത്? ഉദ്ഘാടനം നടക്കേ? അല്ല, അതല്ല ഉണ്ടായിട്ടുള്ളൂ. വേറെ എവിടെ എന്തുണ്ടാക്കി? പുതുതായിട്ട് വല്ല പരിപാടികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ആ ക്രോസ് വേ എന്ന് കിടക്കുന്ന 2018 മുതൽ കിടക്കുന്ന ആ ക്രോസ് വേ ഇന്നേ വരെ അതിന്റെ പേരിലുണ്ടായിട്ടില്ലല്ലോ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു പാർക്കുണ്ട്. 3 തവണയായിട്ട് കോടികളായിട്ട് ചെലവാക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ഒരു കുളമുണ്ട് ഇവിടെ. ഇവിടെ ജനങ്ങൾക്ക് ഒരു കുളമില്ല. എനിക്ക് പ്രവർത്തനം ശരിയല്ല. അതിനോട് ഞാൻ യോജിപ്പില്ല. ആരായാലും ഞാൻ ശ്രീകൃഷ്ണപുരത്ത് 3 യൂണിയൻ ഉണ്ടായിരുന്നതിന്റെ 3 യൂണിയൻ ഒന്നാക്കി കൊടുക്കുന്ന ആളാ ഞാന്. മനസ്സിലാക്കിയോ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുകയും ചെയ്ത്. ഞാൻ ആദ്യം ഇല്ല എന്ന് പറഞ്ഞ എന്താ വേണ്ടോ?
ഒന്നും വേണ്ടാന്നിട്ട് മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞത്, വേറെ ഒന്നും ഉണ്ടല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല, ഇന്നില്ല നാളെയില്ല മാറ്റമില്ല, എനിക്കതിനില്ല, മനസ്സിലായോ? പക്ഷേ നേതാക്കന്മാരെ പ്രവർത്തനങ്ങൾ ശരിയല്ല, അത് പറ്റിയേ പറ്റുള്ളൂ. അതന്നെയാണല്ലോ ഈ മാറ്റം വരുന്നതിൻ്റെ ആവശ്യം. മാറ്റം വന്നാലേ ഇപ്പം ജനങ്ങൾക്ക് ഈ ശീശ കൊണ്ട് ഒരു ചെറിയൊരു കുളമുണ്ട്, അതൊന്നും നേരൊക്കെ ഈ പഞ്ചായത്തിൽ എത്രയോ പ്രാവശ്യം ഇവര് ഭരിച്ചിട്ട് അതൊന്നും നേരക്കില്ല. പഞ്ചായത്താണ് എന്തെങ്കിലും ഒരു ഉപകാരം ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യില്ല. കുറച്ച് അവിടെ വഴി പൊട്ടും പോളും പോയിട്ട് കുറച്ച് റോഡ് നേരിയേക്കും, ഗഡിപ്പോ റോഡ് നേരിയേക്കും, കുറച്ച് പൂച്ചെടി പൂച്ചെടി ആ റോഡ് കൊല്ലങ്ങളായി. പഞ്ചായത്തിൽ ഇപ്പം തെരഞ്ഞെടുപ്പ് സമയത്താണ് മുമ്പത്തെ വാർഡ് മെമ്പർ അത് ബെറ്റിൽ കൊടുത്തിട്ട് ചെയ്തു. ഉപകാരം ചെയ്തവന് ഉപദ്രവിക്കിട്ടേ മാറ്റുള്ളൂ, അതിനുള്ള ആൾക്കാരേ ഉള്ളൂ. CPM പ്രത്യേകിച്ച് ഞാൻ എന്താ തുറന്നു പറയല, മിക്കതിൽ വേറെ വ്യക്തിപരമൊന്നുമില്ല. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെന്ന് ഇവരത് ഇവര് അതിനുള്ള ആൾക്കാരെ അല്ല. അന്ന് മുതൽക്ക് തെറ്റിയതാ ഞാൻ. എന്റെ കാര്യം ഞാൻ തുറന്നു പറയല്ലോ. കാരണം ഈ 10-26 തൊഴിലാളിയെ ഒന്നിച്ച് പറ്റുന്ന നേതാവായിട്ട് നിന്ന ആളെ ഞാൻ. ഒരാൾക്ക് ഒരു പ്രശ്നം വന്നെ കാര്യം CPM പാർട്ടി ഓഫീസിൽ സാറിന് ചെക്ക് ഏരിയ കമ്മിറ്റി ഓഫീസിൽ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത്, അന്നത്തെ ഏരിയ സെക്രട്ടറിനോട് പറഞ്ഞത് ഞങ്ങളൊന്നും അതിലിരിക്കുന്ന ആൾക്കാരല്ല എന്നാ പറഞ്ഞത്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ? ഏറ്റവും കൂടുതൽ വിജയ സാധ്യത പ്രേംകുമാർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഞ്ച് കൊല്ലത്തെ വികസനം ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ആള്. റോഡായാലും വേണ്ടില്ല, സ്കൂളുകളായാലും വേണ്ടില്ല, മറ്റേ എല്ലാ കാര്യങ്ങളിലും നല്ല ഈ ക്ഷേമ പെൻഷന് ഈ 5 കൊല്ലത്തെ എല്ലാ വീടുകളിലും എത്തിക്കുന്ന പരിപാടികൾ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തുടർ ഗവൺമെൻറ് തന്നെ വരും എന്നാണ്, ഇടതുപക്ഷം തന്നെ വരണം. മറ്റാരുണ്ട് LDF അല്ലാതെ. ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ? LDF. നല്ല ഭരണമാണ് 10 കൊല്ലമായിട്ട് കഴിച്ചു വെച്ചിട്ട്, അതുകൊണ്ട് പറഞ്ഞു കുഴപ്പമില്ല. പ്രളയവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള ഭരണമായിരുന്നു. മാറ്റം ഉണ്ടാവില്ലെന്നാ വിചാരിക്കുന്നത്. LDF തന്നെ വിജയിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മൂപ്പരെ പിടിച്ചെടുത്തിട്ട് ഇവിടെ LDF ജയിക്കുള്ളൂ. അതാണ് ഇവിടുത്തെ മാർക്കറ്റിന്റെ ഒരു ബലം. അത് സ്ഥാനാർത്ഥി നോക്കിയിട്ടല്ല ഇവിടുത്തെ പാർട്ടിയെ നോക്കിയിട്ടാണ്. സ്ഥാനാർത്ഥി ഇപ്പൊ ഈ നിൽക്കുന്ന ആളെ നിർത്തിയാലും LDF ജയിക്കും. മാർക്സിസ്റ്റ് കോട്ടയം അതല്ല ഇവിടെ വികസന മാർക്സിസ്റ്റുമായിട്ട് കിട്ടാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുക വെച്ചാൽ LDFന്റെ വിജയസാണ്. പിന്നെ ജനങ്ങൾ മണ്ടന്മാരാവുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് സാധ്യത ഉണ്ട്. അല്ലാതെ ജനങ്ങൾ ഒരേ നോർമൽ മൈൻഡ് ആണെങ്കിൽ അത് LDF തന്നെ ജയിക്കുകയും ചെയ്യുള്ളൂ. അവിടുത്തെ സാധ്യത ഈ LDF ഭരിച്ചിടത്തോളം കാലം ശ്രീക്ഷേത്രത്തിന് ഏറ്റവും കൂടുതൽ വികസനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാട് നോക്കണ്ടുള്ളൂ, ബാക്കിയുള്ള നാട് നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് വികസനം കിട്ടിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്കല്ല ഇവിടെ, പാർട്ടിക്കാണ്. സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ, ഇനിയിപ്പോ നിങ്ങളെ പിടിച്ചു നിർത്തിയാലും നിങ്ങൾ ജയിക്കും. അതാണ് പാർട്ടിക്കാണ്. LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാണ് ഇവിടെ വില. സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. സ്ഥാനാർത്ഥി റോഡ് കൂടെ പോലെ മുറിച്ച കുട്ടിനെ നിർത്തിയാലും ഇവിടെ LDF വിജയിക്കും. വികസനം വരുത്തും ചെയ്യും. ഞങ്ങൾക്ക് ഞങ്ങളെ വികസനം എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങൾ പാർട്ടി ചെയ്തു തരലുണ്ട്. അത്ര നമുക്ക് പറയാൻ പറ്റും. ബാക്കിയുള്ളവർ പലതും പറയാം, അത്ര നമുക്കുള്ള കാര്യമില്ല നമുക്ക് പറയാൻ പറ്റും. ഒറ്റപ്പാലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നല്ല കാൻഡിഡേറ്റ്സ് ആണ്. എല്ലാവർക്കും തുല്യ സാധ്യതയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും മികച്ച സ്ഥാനാർത്ഥികളാണ്. അതിൽ 3 പേർക്കും ഒരുപോലെ സാധ്യതയാണ്. ത്രികോണ മത്സരമാണ് ഇത്തവണ ഉള്ളത്, നല്ല മത്സരമാണുള്ളത്. കാരണം അങ്ങനെ തന്നെ ഇപ്പോഴത്തെ ഭരണത്തിൽ ചില കാര്യങ്ങളൊക്കെ സാധാരണക്കാരന് നിലനിൽക്കണിച്ചപ്പോൾ അവർ തന്നെ വന്നിട്ട് കാര്യമില്ല. മറ്റൊന്നും വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വികസനങ്ങൾ കുറേശ്ശൊക്കെ വരുന്നുണ്ട്, അത്ര വല്ലാ വികസനങ്ങൾ ഇപ്പം ഇവർ വന്നാലും വരുന്നുള്ള ഉദ്ദേശമൊന്നും നമുക്കില്ല. കാരണം ഇവർ പണ്ടേ ഉണ്ടാക്കി വെച്ചതാണ് ഇതേമാതിരി ഓരോ കേസുകൾ. പിന്നെ ഇനിയിപ്പോൾ ഇവർ വരുന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ കാണുന്നത്? BJPക്കാണ്. കാരണം എന്താണ്? ഒരു മാറ്റം വരുത്താൻ വേണ്ടി പറഞ്ഞത്. ഇടതും വലതും ഭരിച്ച് എല്ലാം നാട് നന്നാക്കല്ലേ,
നാശത്തിലേക്ക് പോയിട്ടുണ്ട്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ? LDF. കാരണം എന്താണ്? കാരണം LDF ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യണുള്ളൂ, വികസനങ്ങൾ കൊണ്ടുവന്നു വരും. ആ ജയിക്കും. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആര് ചെയ്യും? ശശി. കാരണം എന്താണ്? കാരണം അയാൾ നല്ലൊരു മനുഷ്യനാണ്. അയാൾ മറ്റേ ഷൊർണൂർ മണ്ഡലമൊക്കെ നന്നായിട്ട് ഭരിച്ച ആളാണ്, നല്ല ആളാണ്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഇനിയിപ്പോ ആരാണ് ജയിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.